മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്തരെ ചേർത്തിടുവാൻ ഭക്തരെ ചേർത്തിടുവാൻ ഭക്തരെ ചേർത്തിടുവാൻ യേശുരാജൻ വന്നിടുമ്പോൾ ഭക്തരെ ചേർത്തിടുവാൻ യേശുരാജൻ വന്നിടുമ്പോൾ ആനന്ദമായി മേഘത്തേൽ ഞങ്ങളുമേറിയിടുമേ. ആനന്ദമായി മേഘത്തേൽ ഞങ്ങളുമേറിയിടുമേ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായി 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. ദൈവസഭയായി തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ പിന്തുടരേണ്ട ആത്മീയ പ്രമാണങ്ങളാണ് പൗലോസ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്, പ്രവചനം തുച്ഛീകരിക്കരുത്. രണ്ടാമത്, സകലവും ശോധന ചെയ്യുക. മൂന്നാമത്, നല്ലത് മുറുകെ പിടിക്കുക. നാലാമത്, സകല ദോഷവും വിട്ടകലുക. ദൈവസഭയുടെ ആത്മീയ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. ഇവിടെ പ്രവചനം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ദൈവത്തിന്റെ പ്രത്യേകമായ വെളിപ്പാടിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ നമുക്കറിയാം അങ്ങനെയുള്ളതായ വെളിപ്പാടുകൾ സംസാരിക്കുന്നതായി അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 11:27-28 വാക്യം വായിക്കുമ്പോൾ അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ യെരുശലേമിൽ നിന്ന് വന്നിട്ട് ലോകത്തെമ്പാടും സംഭവിക്കാൻ പോകുന്നതായ ഒരു ക്ഷാമത്തെക്കുറിച്ച് പ്രവചിക്കുന്നതായിട്ട് അന്ത്യോക്യയിൽ വെച്ച് അങ്ങനെ ചെയ്യുന്നതായി നാം വായിക്കുന്നു. അങ്ങനെയുള്ള പ്രത്യേകമായ വെളിപ്പാടുകൾ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അവയെ പ്രവചനങ്ങൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 1 തീമോഥെയോസ് 1:18, 4:14 ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ആ നിലയിലുള്ള പ്രത്യേക വെളിപ്പാടുകളെ പ്രവചനങ്ങളായി കാണുന്നു. എന്നാൽ സാധാരണയായിട്ട് എഴുതപ്പെട്ട ദൈവവചനത്തെയാണ് പ്രവചനം എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ അത് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മത്തായി പറയുന്നതായ ഒരു പ്രത്യേകമായ പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ പഴയ നിയമത്തിലെ ഒരു വേദഭാഗം യെശയ്യാവ് പറഞ്ഞ പ്രവാചകം എന്ന് അവരിൽ നിവൃത്തിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ലതാനും, കണ്ണുകളാൽ കാണും, ദർശിക്കുകയില്ലതാനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവരുടെ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാതിരിക്കേണ്ടത് തന്നെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് യെശയ്യാവ് 6:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ദൈവത്തിന്റെ എഴുതപ്പെട്ടതായ വെളിപ്പാടാണ്, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചിരിക്കുന്ന ആത്മീയമായ അന്ധതയെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നതായ എഴുതപ്പെട്ട വെളിപ്പാടാണ്. അതിനെയും പ്രവചനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ 2 പത്രോസ് 1:19 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ നമുക്ക് അവിടെ പത്രോസ് എഴുതപ്പെട്ട ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രവചനമൊന്നും മനുഷ്യന്റെ ബുദ്ധിമോശിൽ ഉരുത്തിരിഞ്ഞല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട പ്രവാചകന്മാർ സംസാരിച്ചതാണ് എന്ന് പത്രോസ് അവിടെ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ വെളിപ്പാട് 1:3 22:7, 10, 18, 19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയും ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ടതായ വെളിപ്പാട് അവിടെയും യോഹന്നാൻ പറയുന്നുണ്ട്, കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുകയും ഇത് പ്രമാണിക്കുകയും
ഇത് കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഈ പ്രവചനത്തിലെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ടതായ തിരുവഴുത്തിനെ ഉദ്ദേശിച്ചാണ് എന്ന് കാണുവാൻ സാധിക്കും. ഈ പ്രവചനങ്ങളൊക്കെയും ദൈവികമായ അധികാരത്തിലുള്ള സന്ദേശങ്ങളാണ്. ദൈവത്തിൻ്റെ അംഗീകരിക്കപ്പെട്ടതായ വ്യക്തികളിലൂടെ, ദൈവത്തിൻ്റെ അംഗീകരിക്കപ്പെട്ടതായ ദൈവം ഉപയോഗിച്ചതായ വ്യക്തികളിലൂടെ ദൈവം സംസാരിക്കുകയാണ്. അത് ദൈവികമായ ദൈവത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. അതുകൊണ്ട് അതിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത് എന്നാണ് പൗലോസ് ഇവിടെ വിശ്വാസികളെ ഓർപ്പിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടുകൂടി കാണണം. തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അവര് ആ നിലയിൽ ദൈവവചനം പരിശുദ്ധാത്മാവിനോടും ശക്തിയോടും കൂടെ കൈക്കൊണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല ആ വചനം അവർ സാക്ഷാലാകുന്നത് പോലെ അവര് കൈക്കൊണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനമായിട്ട് കൈക്കൊണ്ടുകൊണ്ട് ആ വചനം ദൈവം അരുളി ചെയ്തതാണെന്നുള്ള ഗൗരവത്തോടും ആ പ്രാധാന്യത്തോടും കൂടെ ആ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയോടുകൂടെ തന്നെ അവർ സ്വീകരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നവരുടെ ഇടയിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അവരെ അതിന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അനുസരിപ്പാൻ അത് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടിടയാകട്ടെ. കേൾക്കുന്ന വചനം ദൈവത്തിന്റെ വചനമായിട്ട് ഗൗരവത്തോടും പ്രാധാന്യത്തോടും ഏറ്റെടുക്കുവാനും അനുസരിക്കുവാനും നമ്മൾ തയ്യാറാണോ? അതോ കേൾക്കുന്ന വചനം മറന്നു കളയുന്നവരായിട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായിട്ടിരിക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അടുത്തായിട്ട് പൗലോസ് പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും പരിശോധിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുമ്പോൾ, ദൈവ ശബ്ദം കേൾക്കുമ്പോൾ അത് ശരിയായ നിലയിൽ പ്രതികരിക്കുകയും അത് ദൈവത്തിൻ്റെ കൽപ്പനയായിട്ട് അംഗീകരിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഖ്യാപനത്തെ ഒരിക്കലും അതിനെ തുച്ഛീകരിക്കരുത്, അതിനെ നിസ്സാരമായിട്ട് കാണരുത്. അത് വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിക്കണം എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ശോധന ചെയ്യുക. അത് ദൈവത്തിന്റെ, നമ്മളെ ബെരോവയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവര് തെസ്സലോനിക്കരെക്കാൾ ഉത്തമരായിരുന്നു. കേൾക്കുന്ന വചനം അവര് പരിശോധിക്കുകയും അത് ദിനം പ്രതി പരിശോധിച്ചു പോന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. കേൾക്കുന്ന വചനം ദൈവത്തിന്റെ ആലോചന കുറിച്ച് നാം വീണ്ടും അത് പരിശോധിക്കുവാനും അത് ദൈവത്തിന്റെ ആലോചനയിൽ നമ്മൾക്ക് അതിനോട് നമ്മൾ നമ്മുടേതായി ധ്യാനത്തിലൂടെ അതിനെ കൂട്ടിച്ചേർത്ത് അഥവാ അതിലെ കൂടുതൽ പഠിക്കുവാനായിട്ടും അത് നമ്മുടെ സ്വന്തമാക്കി തീർക്കുവാനും ദൈവത്തിന്റെ ആലോചന നമ്മുടേതായി തീർന്ന് അനുസരിക്കുവാനും ഇടയായി തീരണം. അതുകൊണ്ടാണ് ബെരോവയിലെ വിശ്വാസികളെ ഉത്തമരായ വിശ്വാസികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദൈവവചനം കേട്ട് എന്താണോ സത്യമായത്, എന്താണോ നിർമ്മലമായത്, എന്താണോ ശരിയായിട്ടുള്ള കാര്യങ്ങൾ അത് ഏറ്റെടുക്കുകയും ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളെ വിട്ടകലുവാനും ഇടയായിത്തീരണം. സകലവിധ ദോഷവും വിട്ടകലുവീൻ എന്നാണ്. നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടകലണം. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചന സത്യങ്ങൾ ഏറ്റെടുക്കുകയും എല്ലാവിധമായ പാപ പ്രവൃത്തികളിൽ നിന്നും, പാപ മനോഭാവങ്ങളിൽ നിന്നും, പാപ ചിന്തകളിൽ നിന്നും വേർപെട്ട് വിശുദ്ധമായിട്ട് ദൈവത്തിന് പ്രസാദകരമായിട്ട് ജീവിക്കുവാനിടയായിത്തീരണം. അതിനാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവൻ നയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ന്യായം വിധിച്ചിടുവാൻ ന്യായം വീതിച്ചിടുവാൻ യേശുരാജൻ വന്നിടുമ്പോൾ, ന്യായം വീതിച്ചിടുവാൻ യേശുരാജൻ വന്നിടുമ്പോൾ ആനന്ദമായി മേഘത്തേരി ഞങ്ങളുമേറിടുമേ. ആനന്ദമായി മേഘത്തേരി ഞങ്ങളുമേറിടുമേ. യേശുരാജൻ
മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോ യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോ ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളുമേറിയിടുമേ ആനന്ദമായി